ഹലോ മുത്തുമണികളെ, എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? രാവിലെ എണീറ്റാ പിന്നെ ആകെയുള്ള ഒരു ചിന്താണ് എന്താണ് ഇപ്പൊ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കാന്ന് അല്ലെ? അപ്പൊ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇതാക്കുന്ന ഇവിടെ നെയ്ച്ചോറിന്റെ അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതാക്കണ ഒരു പാത്രത്തിലേക്ക് ഞാൻ അളന്നിട്ട് കൊടുക്കാണ് കേട്ടോ. ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഞാനിപ്പോ എടുക്കുന്നത്. ഇപ്പൊ ഒരു മൂന്നാല് പേർക്കുള്ളതിന്റെ ഒരു കണക്കാണ് കേട്ടോ ഞാനിപ്പോ ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ്സിൽ നിറച്ചിവിടെ അളന്നെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുവാരിപ്പരിപ്പ് ഉണ്ടല്ലോ, നമ്മൾ പായസമൊക്കെ വെക്കുന്ന ആ ഒരു ചെറുവാരിപ്പരിപ്പ്, അതും ഇതേ അളവ് തന്നെ ഒരു ഗ്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും ഞാൻ ഇതേപോലെ അളന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ രണ്ടും ഒരേപോലെ ഒരേ അളവ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അരിന്റെ അളവ് കൂടി പോകാൻ പാടില്ല. അപ്പൊ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇതാക്കുന്ന ഇവിടെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല ഇഷ്ടാവുകയും ചെയ്യും. അപ്പൊ ഞാനിത് ഇവിടെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനിതാ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇത് വേവിച്ചെടുക്കുന്നത് പാലിലാണ് കേട്ടോ. തേങ്ങാപ്പാലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഞാനിപ്പോ ഇവിടെ പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോഴാണ് ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റ് ഇതിനുണ്ടാവുക കേട്ടോ. അപ്പൊ അതാ ഞാന് പാക്കറ്റ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാക്കറ്റ് പാലായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്, എങ്കിലും തേങ്ങാപ്പാലിന്റെ ആ ഒരു ചൊയ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ അരിയും അതേപോലെ ചെറുപയറും വേവാനുള്ള വെള്ളമോ അല്ലെ പാലോ എന്താ വെച്ചാൽ നിങ്ങൾ മിക്സ് ആക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിക്കണം, അല്ലെ അടുക്കി പിടിക്കും കേട്ടോ. അപ്പൊ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ അതാ ഞാനിവിടെ കട്ട് ചെയ്ത് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 4 വിസിലുകൊണ്ട് എനിക്കിത് ഇവിടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിനനുസരിച്ച് വിസിലൊക്കെ മാറ്റണ്ടാവും കേട്ടോ. അപ്പൊ ഇതേപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം അല്ലെങ്കിൽ കുറച്ചും കൂടി പാലോ വെള്ളം എന്തെങ്കിലും മിക്സ് ആക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല നെയ്യാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു നെയ്യ് ഉള്ളത്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം എന്ത് ചെയ്യാ, ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കിച്ചടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണിത്, മക്കൾക്കായാലും നല്ല ഇഷ്ടമാവും. ഒരു പ്രാവശ്യം തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് തന്നെയല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയും കൂടെ തന്നെയാണ് കേട്ടോ അത്. അപ്പൊ ഞാനിതാ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി നെയ്യൊക്കെ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ ഒരു നെയ്യ് നമ്മൾ നല്ല നെയ്യിലാക്കുന്ന ഏറ്റവും സൂപ്പർ കേട്ടോ. അപ്പോഴാണ് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവുക കേട്ടോ. ഇപ്പൊ ഉള്ളിയും നെയ്യൊക്കെ ഇതേപോലെ ഇട്ട് ഇതേപോലെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പഞ്ചസാര ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു നെയ്യും അതേപോലെ ഉള്ളിയും പഞ്ചസാരയൊക്കെ കൂട്ടി മിക്സ് ആക്കിയിട്ട് ആണ് കേട്ടോ നമ്മളിത് കഴിക്കുക. അടിപൊളി ടേസ്റ്റിയായ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ ഇൻഷാ അള്ളാ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.